ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു പുതിയ ലെസനാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 12 സംസാ പുസ്തക. ओके, जब तुम मेरे साथ रहती तो वे अक्सर मुझसे बहुत सी बातें पूछा करती हो और मैं उसकी जवाब देने की कोशिश करता हूँ, लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद हूँ, जब तुम मेरे साथ रहती तो എപ്പോഴാണ് നമ്മൾ തമ്മിൽ താമസിക്കുകയാണെങ്കിൽ അക്സർ മിക്കവാറും മുझसे बहुत सी बातें पूछा करती എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും. मैं इसका जवाब देने की कोशिश करते ഇതിനുള്ള മറുപടി പറയാനുള്ള പരിശ്രമത്തിലും ആയിരിക്കും. ലേക്കിൻ എന്നിരുന്നാലും जब तुम मसूरी में हो और मैं इलाहाबाद में ഒരു പക്ഷേ ലേക്കിൻ എന്നാൽ ഞാൻ അപ്പോൾ മൈസൂറിലും പിന്നെ തും മൈസൂർ നീ മൈസൂറിലും മൈ ഇലഹാബാദുമേം ഞാൻ എവിടെ ആയിരിക്കും? ഇലഹാബാദിലും ആയിരിക്കും. ഹം ദോനോ ഉസ് തരക ബാധചിത്ത് നഹീ കർ സക്തി, നമ്മൾ രണ്ടുപേരും ആ രീതിയിൽ എന്താണ് ബാധചിത്ത് സംസാരിക്കാൻ സാധിക്കത്തില്ല. इसलिए मैंने इरादे किया है कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों को जो इस दुनिया में को छोटी छोटी कथाएं लिखा करूँ. किया है कि कभी कभी तुम्हें മിക്കപ്പോഴും നിങ്ങൾ इस दुनिया की ओर ഈ ലോകത്തിന് നേരെ उन छोटी कई देशों के जो इस दुनिया में के उस छोटे बड़े देशों या ചെറുതും വലുതുമായ ദേശമൊക്കെ ഈ ദുനിയാമേക്ക് ഈ ലോകത്തിൽ ആകുന്നത്, ഈ ലോകത്തിൽ ചെറുതും വലുതുമായ ദേശങ്ങൾ ഉണ്ട്. ചോട്ടി ചോട്ടി കഥായ നിഹാവരും ചോട്ടി ചോട്ടി ചെറിയ ചെറിയ കഥകളും എഴുതും. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है. तुमने നിങ്ങൾ ഇംഗ്ലണ്ടിനെ കുറിച്ചും പിന്നെ ഹിന്ദുസ്ഥാനെ കുറിച്ച് ഇംഗ്ലണ്ടിനെ കുറിച്ച് കുറച്ച് കഥകൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ലേക്കിൻ ഇംഗ്ലണ്ട് കേവലേക്ക് ചോട്ടാ ടാപ്പുകെ, എന്നാൽ ഇംഗ്ലണ്ട് ഒരു ചെറിയ ഐലൻഡാണ്. ഇംഗ്ലണ്ട് കേവലേക്ക് ചോട്ടാ മീൻസ് സ്മാൾ, ചോട്ടാ മീൻസ് സ്മാൾ ഒരു ചെറിയ ദ്വീപ് മാത്രമാണ്, ഒരു ചെറിയ ദ്വീപ് മാത്രമാണ്. ആ പറ ഹിന്ദുസ്ഥാൻ ജോ ഏക്ക് ബഹുത് ബഡാ ദേശ്, എന്നാൽ ഹിന്ദുസ്ഥാൻ വലിയൊരു ദേശം കൂടിയാണ്. अगर तुम्हें इस दुनिया का कुछ खान जाने का शौक है, अगर മറിച്ച് तुम्हें इस दुनिया का എന്നാൽ ഈ ദുനിയയുടെ ഈ ലോകത്തിൻ്റെ ഏക ചോട്ടാസ കിസ്സ, ഒരു ചെറിയ പാർട്ട് മാത്രമാണ്, ഒരു ചെറിയ കിസ്സയാണ്. കിസ്സ മീൻസ് പാർട്ട്, കിസ്സ പാർട്ട് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കിസ്സ പാർട്ട് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കിസ്സ മീൻസ് പാർട്ട് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. अगर तुम्हें इस दुनिया का कुछ खाल जाने का शौक है, अगर മറിച്ച് तुम्हें നമ്മൾക്ക് ഈ ദുനിയയുടെ कुछ खाल दुनिया का तुम्हें काल अवस्था के दुनिया का कुछ काल जानते की शौक है, ആ ലോകത്തെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇൻട്രസ്റ്റ് കാണില്ലേ. जो तुम्हें सब देशों का और उन सब जातियों का जो इनसे बसी हुई है, അതിൽ സബ് ദേശോं का കുറച്ച് ദേശത്തിൻ്റെയും പിന്നെ ഉൻ സബ് ജാതിയോं का उनमें बसी, കുറച്ച് ജാതികളെ കുറിച്ച് ഇതിനകത്തെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ध्वनि रखना पड़ेगा, ध्यान रखना पड़ेगा, केवल उस तक छोटे से देश का नहीं किसान तुम पैदा हुई होगा. मुझे मालूम है कि इन छोटे कथों में बहुत थोड़ी सी बातें की बदला सकता हूँ.
देखती हो तो अक्सर मुझसे बहुत सी बातें पूछा करती है और मैं इसका जवाब देने की कोशिश करता हूँ. जब तुम मेरे साथ रहती हो तो എന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് ആ സമയത്ത് അക്സർ മീൻസ് ഓപ്പൺ. അക്സർ മീൻസ് ഓപ്പൺ ആയിട്ട് അക്സർ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതി ഭാഗത്ത് ഓപ്പൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു. ഉൻക ജവാബ് ദേനീസ് കോശിഷ് കർത്താക്കി അതിന് മറുപടി പറയാൻ ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തു. ലേക്കിൻ അബ് ജബ് തും മസൂരി മേംഹോ അവർ മൈ ഇലഹബാദുമേക്ക്. അപ്പോൾ ഞാൻ ഒരു പക്ഷേ നീ മൈസൂരിൽ, ഞാൻ എവിടെ ആയിരിക്കും? ഇലഹബാദിലും ആയിരിക്കും. ഹം ദോനും ഉസ് തരക് ബാധുചിത്ത് നഹിക്കാൻ സഖ്യം. അതുപോലെ ഇപ്പം നമ്മൾ ആ പണ്ട് സംസാരിച്ചതുപോലെ ഇപ്പം നമുക്ക് ബാധുചിത്ത് സംസാരം ചെയ്യാൻ സാധിക്കുന്നില്ല. इसलिए मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया में और उस छोटे कई देशों को जो हम दुनिया में छोटी छोटी കഥയെ ലിഖാൻ. നമുക്ക് ഇത് വലിയ ദേശങ്ങളുണ്ട്, ചെറിയ ആ ദേശങ്ങളുണ്ട്, അതിൽ ഒരുപാട് കഥകൾ കഹാനികൾ ഒക്കെ വെച്ചാൽ ആ ദേശത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് പഠിക്കാനും എഴുതാനും ഉണ്ട്. തുമ്മിനെ ഹിന്ദുസ്ഥാൻ അവർ ഇംഗ്ലണ്ടൊക്കെ കുറിച്ച് കാൽ ഇതിഹാസമായി പഠാതെ നമ്മൾ ഹിന്ദുസ്ഥാനെ കുറിച്ച് ഗുജറാത്തിനെയൊക്കെ കുറിച്ച് എല്ലാം ഹിന്ദുസ്ഥാൻ അവർ ഇംഗ്ലണ്ടൊക്കെ കൊച്ചുകാൽ ഇംഗ്ലണ്ടിനെ കുറിച്ചും പിന്നെ ഹിന്ദുസ്ഥാനെ കുറിച്ചും കുറച്ച് അവസ്ഥകളെല്ലാം നമ്മൾ ഇതിഹാസ് മീൻസ് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിഹാസ് ഹിസ്റ്ററി നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതിഹാസ് ഹിസ്റ്ററി. लेकिन इंग्लैंड केवल एक छोटे से टापू है. लेकिन എന്നാൽ ഇംഗ്ലണ്ട് കേവൽ एक छोटा सा टापू ഐലൻഡ് ആണ്. छोटा सा टापू ഒരു ഐലൻഡ് ആണ്, ഒരു ചെറിയ ഒരു തീരം മാത്രമാണ്. എന്നാലോ ഹിന്ദുസ്ഥാനിലെ एक बहुत बड़ा देश എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ വലിയൊരു ദേശമാണ്. बड़ा देश है. अगर तुम्हें हम दुनिया का कुछ हाल जाने का शौक है. എന്നാൽ എന്നിരുന്നാലും നമ്മൾ ഈ ലോകത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഷൗക്ക്, താല്പര്യം, ഇൻട്രസ്റ്റ് ഇല്ലേ? तो तुम्हें सब देशों का और उन सब जातियों का जो इससे विकसित हुई है. എന്നാൽ തും സബ് ദേശോങ്ക കുറച്ച് ദേശത്തിൻ്റെ കുറച്ച് ജാതിയൊക്കെ കുറിച്ച് നമുക്ക് ഇന്നത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ധ്യാൻ രഖന പടേക, നല്ല രീതിയിൽ ശ്രദ്ധ വെക്കണം. केवल उस एक छोटे से देश का बाकी जिसमें तुम पैदा हुई हो ध्यान रखना पड़ेगा. केवल उस एक छोटे से केवल ഒരു ചെറിയ ഇതിൽ ദേശിക്കിനാക്കി ജിസ്മേ ഒരു ദേശത്തെക്കുറിച്ച് അല്ല, ജിസ്മേ തും പൈദാ ഹുയി ഇത് നമ്മൾ വർണ്ണിച്ചിരിക്കുന്നത്. मुझे मालूम है कि इन छोटे छोटे खतों में बहुत थोड़ी सी बातें की बदला सकता हूँ. എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചോട്ടെ കത്തോംസെ ഈ ചെറിയ ചെറിയ കത്തുകളിൽ ബഹുത് തോടി സി ബാത്തെ വളരെ ധാരാളം കഥകൾ ബദലാ സക്താഹോ നമുക്ക് മാറ്റം എന്ന് വെച്ചാൽ പറയാനും അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം പറയാനും നമുക്ക് കഴിയും. ഓക്കെ. लेकिन मुझे आशा है कि इन थोड़ी सी बातें को भी तुम शौक में पढ़ोगी. लेकिन എന്നാൽ മുझे ആശാ കേക്ക് എനിക്കൊരു ആശയുണ്ട്. എന്തെന്നാൽ ഇൻ തോടി സി ബാത്ത് ഈ അല്പ കാര്യങ്ങൾ തും ഷൗക്കുമേ പടക്ക് നമ്മൾ വളരെ ഈ ചെറിയ കാര്യങ്ങളായാലും നമ്മൾ ലെറ്ററിൽ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റോടെ ഷൗക്കിൽ നമുക്ക് പഠിക്കണം. അവർ സമച്ചാവോങ്കി ദുനിയയൊക്കെ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാ രാജ്യങ്ങളെല്ലാം എന്താണല്ലോ ഈ ദേശങ്ങളെല്ലാം ഏക് ഒന്നാണ്, ദുനിയ ഏക്. അവർ ദൂസരെ ലോക സെ ഇസ്മേ ആബാദ്
ഇതിലെ ദൂസരെ ലോക് രണ്ടാമത്തെ ആൾക്കാരെല്ലാം ജോ ഇസ്സെ ആവാതുകെ ഹമാരെ ഭായി ബൻകെ നമ്മളെല്ലാം സഹോദരി സഹോദരന്മാർ ആവുന്നു. നെക്സ്റ്റ്, जब तुम बड़ी हो जाओगी तुम दुनिया और उसके आदमियों का हाल मोटी मोटी किताबों में पढ़ेगी. जब तुम बड़ी हो जाओगी നീ വളരെ വലുതാവുകയാണെങ്കിൽ തും ദുനിയ और उसके आदमियों എന്നിട്ട് ദുനിയയെക്കുറിച്ച് ആ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ കാൽ ആ അവസ്ഥ മോട്ടി മോട്ടി കിതാബുമേ പഠോങ്കി ആ ചെറിയ ചെറിയ മോട്ടി മോട്ടി എന്ന് വെച്ചാൽ വലിയ വലിയ കിതാബുകൾ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഉസ്മേ ഉന്നെ ജിത്തന ആനന്ദ് മിലേക ഉസ്മേ നമ്മൾ ആ ഹിസ്റ്ററിക്കകത്ത് വെച്ചാൽ നമ്മൾ ദേശത്തെക്കുറിച്ച കഥകളും കഹാനികളും കവിതകൾ ഇതെല്ലാം നമുക്ക് പഠിക്കുമ്പോൾ ജിസ്മേ തുമേ ഇത്തന ആനന്ദം മിലേക നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ആനന്ദമാണ് കിട്ടുന്നത്. ഉത്തന കിസി കഹാനി യാ ഉപന്യാസ് മേ പിന്നെ മിൽസ് കോഹ ഉത്തന കിസി എത്രത്തോളം ആ കിസി ഏതെങ്കിലും കഹാനിയ കഹാനി ഉപന്യാസ് മേ കഹാനികളോ ഉപന്യാസ് പിന്നെ മില കോഹ मुझे मालूम है कि इन छोटे छोटे कथों में मुझे मालूम है എനിക്ക് മനസ്സിലാകുന്നത് എന്താ ഈ ചോട്ടെ ചോട്ടെ കത്തോമ ഈ ചെറിയ ചെറിയ കത്തുകളിൽ ബഗത്ത് തോടീസി ബാത്തേങ്കി ബദല സാധ്യത വളരെ തോടീസി അല്പം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ചെറിയ കത്തുകളിൽ നമുക്ക് ദേശത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതാനും അത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ലേക്കിൻ മുച്ചെ ആശ കഴിക്കുക എന്നിരുന്നാൽ എനിക്കൊരു ആശ ഉണ്ട്. എന്താണ് ആശ? തോടീസി ബാത്തേ കോപ്പി തും ഷൗക്ക് സെ പഠേക എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വളരെ ഇൻട്രസ്റ്റോടി നമ്മുടെ ദേശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അവർ സമച്ചാവുമെങ്കിൽ പഠിക്കുകയും വേണം, അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുകയും വേണം. ഈ ദുനിയ ഏകിക എന്താണ്? ദുനിയ ഒന്നാണ്, ഒരു ലോകം മാത്രമേ ഉള്ളു. അവർ ദൂസരെ ലോകസെ ഇസ്മയം ആബാദിക്കുകയും മറ്റുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ ഭായി ബഹനാണ്, നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. जब तुम बड़ी हो जाओगी से तुम दुनिया और उसके आदमियों का हाल मोटी मोटी किताबों में पढ़ेगी. നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ട വളരുകയാണെങ്കിൽ നമ്മൾ ഈ ദേശത്തെക്കുറിച്ചുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് മറ്റുള്ള പുസ്തകങ്ങളിൽ ഉപന്യാസത്തിൽ നിന്ന് കിതാബുകളിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. या तो तुम जानती हो कि यह धरती लाखों करोड़ वर्षों पुरानी है और बहुत दिनों तक इसमें कई आदमी न था. यह तो तुम जानती हो कि നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ यह धरती लाखों करोड़ वर्षों पुरानी ഈ ഭൂമി ലാഖോ കരോട് കോടിക്കണക്കിന് ലക്ഷങ്ങൾ കരോട് കോടിക്കണക്കിന് വർഷങ്ങൾ പുരാനിയാണ്, ഓൾഡ് ആയിട്ടുള്ളത് ആണ്. അവർ ബഗത്ത് ദിൻ തക് ഇസ്മേ കോയി ആത്മീനാത്ത ഇത് വളരെ ദിവസങ്ങൾക്ക് പോയി ദിൻ എന്ന് വെച്ചാൽ അവർ ബഗത്ത് ദിൻ തക് വളരെ ദിവസങ്ങൾ വരെ എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളത് ഒരുപാട് നാൾ വരെ ഇതിനകത്ത് ഇസ്മ ഇതിൽ കോയി ആത്മീനകത്ത് ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. आदमियों के पहले सिर्फ जानवर थे और जानवरों से पहले एक ऐसा समय था. ആത്മീയന്റെ പകലെ ചെറുപ്പ് ജാൻവർ വേണ്ടോള ഈ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പിട്ട് ഈ ഭൂമിയിൽ വേണ്ടുവോളം എന്തുണ്ടായിരുന്നു? ജാൻവർ ഉണ്ടായിരുന്നു. ജാൻവർ മീൻസ് അനിമൽസ്. ജാൻവർ അനിമൽസ് ജാൻവർ അനിമൽസ് ജാൻവർ അനിമൽസ് അതിന് മുമ്പിട്ട് എന്തുണ്ടായിരുന്നു? അനിമൽസ് ഉണ്ടായിരുന്നു. അവർ ജാൻവരോं से पहले एक ऐसा समय था. ഈ മൃഗങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സമയവും ഉണ്ടായിരുന്നു. इस धरती पर कोई जानदार चीज न थी. അതിന് മുമ്പിട്ട് ഈ ഭൂമിയിൽ യാതൊരു വസ്തുക്കൾ ഈ മൃഗങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഈ വസ്തുക്കൾക്ക് മുമ്പ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആദ്യ തക് ദുനിയ ഹർ तरह के आदमी और आदमी जान
ദുനിയ ഹർ തരഹക്കെ ഈ ഭൂമിയിൽ ഓരോ രീതിയിലും മനുഷ്യരെ കൊണ്ടും മൃഗങ്ങളെയൊക്കെ കൊണ്ട് പല ജീവജന്തുക്കളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. ഉസ് ശമാനേങ്ക കായൽ കർണയുമായും മുസ്കിൽക്ക് ഈ ശമാനേങ്ക ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിക്കുന്നത് അതോ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് വളരെയധികം എന്താണ് മുസ്കിൽ ആണ്. ജബ് യഹാ കുച്ചിത്ത അതിലൊന്ന് ജഹാ കുച്ചിത്ത കുറച്ചുണ്ട്. ലിഹാകേക്ക് ഏക് സമയ ഐസാത്ത ഏക് വകദാർത്തി കേവൽ ഗർമഭി ആവർ इस पर कोई जानदार चीज यहाँ की रह सकती थे. പഠാകെ ലിഹാകെ പഠിക്കുകയും എഴുതിയൊക്കെ വേണം. ഏക സമയം ഐസാത്ത ഏക സമയം ഈ സമയം അങ്ങനെയാണെന്ന് വെച്ചാൽ ഏക പർത്തി വേഗത്താൽ ഗർമത്തി അവർ ഈസ് പർ കോയി ജാനാദർ ചീസ് നഹീ രഹ सकती थी. അവർ अगर हम उनकी किताबें पढ़े और पहाड़ों और जानवरों को चुरानी हाथियों के बारे में गौर से देख നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ ദേശങ്ങളെക്കുറിച്ചും അവരുടെ ജാനവരെക്കുറിച്ച് ഈ ആത്മീയങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകങ്ങൾ നമ്മൾ വലിയ വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഹമേ കൂത് സമച്ച് പോകാക്കി ഐസ സമയം ശരി രേഖാ പോക അങ്ങനെയുള്ള സമയം നമ്മൾ നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് ടെസ്റ്റുകൾ പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമയങ്ങൾ നമുക്ക് ഇനി വീണ്ടും വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, अब तुम मेरे साथ रहती हो तो अगर सर मुझसे बिगड़ती सी बातें पूछा करती हो तो अगर वे उसका जवाब देने की कोशिश करती हूँ. लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में हम दोनों तरह साफ बातचीत नहीं कर सकते. इसलिए मैंने हिदाया किया है कि कभी कभी तुम इस दुनिया की और उस छोटे बड़े देशों को जो इस दुनिया में के छोटे छोटी कथाएं लिखा करें. तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है, लेकिन इंग्लैंड केवल एक छोटा सा टापू है और हिंदुस्तान में एक बेहद बड़ा देश है. फिर भी दुनिया का एक छोटा सा हिस्सा है. अगर तुम्हें इन दुनिया का कुछ हाल जानने की शौक है तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई के ध्यान रखना पड़ेगा. केवल उस एक छोटे से देश का नहीं जिसमें कुछ तुम पैदा हुई थी. मुझे मालूम है कि इस छोटे छोटे खेतों में बेहद थोड़ी सी बातें भी जानता सकता है, लेकिन मुझे समझ है कि इन थोड़ी सी बातें को भी तुम शौक से पढ़ोगी और समझोगी कि दुनिया एक है और दूसरे लोग से इसमें आबाद है. कसारों हमारे इसमें हमारी भाई बहन के. जब तुम यही हो जाओगी से तुम दुनिया और उसके आदमियों को हाल मोटी मोटी किताबों में पढ़ेगी. उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानियाँ उपन्यास में भी न मिला होगा. तो हम जानते हैं कि एक धरती लाखों करोड़ों वर्ष पुरानी है और विगत दिनों तक इसमें कोई आदमी न था. आदमियों के पगले सिर्फ जानवर थे और जानवरों के पगले एक ऐसा समय था जब इस
इस धरती पर कोई जानवर शौक न थी। आज जब तक दुनिया हर तरह के जानवरों और आदमियों से भरी हुई है। उस जमाने का ख्याल करना भी मुश्किल है जब यह कुछ था, लेकिन विज्ञान जानने वालों में विज्ञान से नहीं थे। नेक्स्ट लेखक ने प्रकृति पर क्वेश्चन नोकिए। लेखक ने प्रकृति के वृक्षों पहाड़ों आदि को प्रकृति के वृक्षों पहाड़ों टुकड़ों वृक्षों पहाड़ों 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 आदि को प्रकृति के अक्षर कहा है। आदि को पहाड़ों आदि को प्रकृति से आदि को प्रकृति के अक्षर कहा है। प्रकृति के अक्षर कहा है। प्रकृति के अक्षर कहा है। പ്രകൃതി അക്ഷരം പിന്നെ കഹാകെ എന്തിനെയാണ് പ്രകൃതി അക്ഷരം എന്ന് വിളിക്കുന്നത്? ലേഖകനെ ചട്ടാക്കോ ടുക്കടോ വൃക്ഷോ പഹാടോ ആദിക പ്രകൃതിക്ക് ലേഖകൻ പറയുന്നത് ചട്ടാന പാറക്കല്ലുകൾ കഷ്ണങ്ങളും വൃക്ഷങ്ങളും പർവ്വതങ്ങളുമാണ് കുന്നുകളുമാണ് ആദിക പ്രകൃതിക്ക് അക്ഷരം. പ്രകൃതിയുടെ അക്ഷരം എന്ന് പറയുന്നത് ലേഖകൻ എന്താണ് പറയുന്നത്? ചട്ടാനോ ടുക്കടോ ചട്ടാനോ മീൻസ് പാറകളുടെ കഷ്ണങ്ങളെ വൃക്ഷങ്ങളെ പഹാടോ മുതലായവയാണ് പ്രകൃതിയുടെ അക്ഷർ കഹാകെ പ്രകൃതിയുടെ അക്ഷരം എന്ന് വിളിക്കുന്നത്. പ്രകൃതിയുടെ അക്ഷരം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ. लाखों करोड़ों वर्ष पहले हमारी धरती कैसी थी? लाखों करोड़ों वर्ष लाखों करोड़ों वर्ष लाखों करोड़ों वर्ष करोड़ों वर्ष लाखों करोड़ों वर्ष पहले हमारी धरती कैसी थी? वर्ष पहले हमारी धरती कैसी थी? हमारी धरती कैसी थी? धरती कैसी थी? कैसी थी? लाखों करोड़ों वर्ष पहले हमारी
കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പകലെ ഹമാരി ആദ്യമേ നമ്മുടെ ധർത്തി ഹൈസീതി എങ്ങനെയുള്ളതായിരുന്നു, നമ്മുടെ ഭൂമി എങ്ങനെയുള്ളതായിരുന്നു? ലാഖോ വർഷ പകലെ ഹമാരി ധർത്തി വെളുത്ത് നിർമ്മിതി ഉസ് पर कोई जानवर चीज नहीं मिल सकता था. लाखों वर्ष पहले എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, लाखों वर्ष पहले, लाखों वर्ष पहले, लाखों वर्ष पहले हमारी धरती, हमारी धरती, हमारी धरती, हमारी धरती गर्म भी उस पर, धरती गर्म भी उस पर, गर्म भी उस पर, गर्म भी उस पर कोई जान था, कोई जान था, धरती कोई जान था, कोई जान था, कोई जानता चीज नहीं देख सकता था, जानता चीज नहीं देख सकता था, चीज नहीं देख सकता था, नहीं देख सकता था, देख सकता था, देख सकता था. നോക്കിയേ ലേഖകൻ എന്താണ് പറയുന്നത്? നോക്കിയേ, लाखों करोड़ों वर्ष पहले हमारी धरती कैसी थी, लाखों वर्ष पहले हमारी धरती गर्म भी उस पर कोई जानवर चीज नहीं देख सकता था. लाखों वर्ष पहले हमारी धरती, लाखों वर्ष पहले हमारे धरती गर्म भी उस पर कोई जानवर चीज नहीं देख सकता था. लेखकने प्रकृति की आशा किनके कहा है? लेखकने प्रकृति के आशा किनके कहा है? लेखकने चट्टानों को टुकड़ों, वृक्षों, पहाड़ों आदि को प्रकृति की आशा कहा. लेखकने चट्टानों को टुकड़ों, वृक्षों, पहाड़ों आदि के प्रकृति की आशा कहा. लाखों करोड़ों वर्ष पहले हमारी धरती कैसी थी, लाखों वर्ष पहले हमारी धरती गर्भ भी उस पर कोई जानवर चीज नहीं सकता था. ഈ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിലായിരുന്നില്ലായിരുന്നു ഒരു മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും തന്നെ താമസിക്കാത്ത ഒരു ഭൂമിയായിരുന്നു നമ്മുടെ ഭൂമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈകിട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് അതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ